തങ്കപ്പൻ തങ്കപ്പൻ. നിങ്ങൾ പ്രതീകാത്മകമായിട്ടാണ് സമരം ചെയ്യുന്നത് എങ്കിൽ പോലും പ്രതീകാത്മകമായിട്ടുള്ള പല സമരങ്ങളുടെ വ്യത്യസ്ത സമര മാർഗങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസ് തെരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആമസോൺ കാട്ടിലെ തീപിടുത്തത്തിനെതിരെ, കാട്ടുതീക്കെതിരെ സമരം ചെയ്യാനായിട്ട് അവധി ദിവസം ബ്രസീലിന്റെ എംബസിയുടെ മുന്നിൽ നടത്തിയിരിക്കുന്ന പ്ലക്കാർഡ് പിടിച്ചുള്ള സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ പരിഹസിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിന്റെയൊക്കെ എത്രയോ 10 മടങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന സമരമാണ് ഇപ്പൊ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ സമരം എന്ന് ഞാൻ വിളിക്കില്ല, ഇറ്റ്സ് എ സർക്കസ്. ഇവരവിടെ നടത്തിയിരിക്കുന്ന സർക്കസ് ആണ്. സ്റ്റുഡിയോ എന്ത് തെറ്റ് ചെയ്തു? ടാറ്റ എന്ത് തെറ്റ് ചെയ്തിരിക്കുന്നു? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അവിടെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ അവരുടെ വംശഹത്യക്ക് വേണ്ടിയിട്ട്, അവരുടെ പ്ലാൻസിന് വേണ്ടിയിട്ട്, അവരുടെ ഡിസൈനിന് വേണ്ടിയിട്ട് പണം കൊടുക്കുകയാണ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്നാണ് എങ്കിൽ എനിക്ക് സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത് അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റോ എന്നുള്ളതാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡിഫൻസ് എക്യുപ്മെന്റുകൾ പർച്ചേസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ടെക്സാർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്രായേലിന്റെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ഈ സാറ്റലൈറ്റ് അവർക്ക് വേണ്ടി ലോഞ്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. എന്തിനു വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്? പകലും രാത്രിയിലും ഹൈ റെസൊല്യൂഷൻ ഇമേജസ്, 1 മീറ്റർ ആക്യുറസിയിലുള്ള റെസൊല്യൂഷൻ എടുക്കുന്ന, അത്രയും ഹൈ റെസൊല്യൂഷനിലുള്ള ഇമേജസ് എടുക്കുന്നതാണ്. ആ ഇമേജറി ഇപ്പോൾ ഇവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് എന്താ ഉറപ്പ്? അങ്ങനെയാണല്ലേ? നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ISROയെ ബഹിഷ്കരിക്കാനായിട്ട് പറയുമോ? നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റിനെ ബഹിഷ്കരിക്കാനായിട്ട് പറയുമോ? ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പാലസ്തീനിലുള്ള വംശഹത്യക്ക് അല്ലെങ്കിൽ കൂട്ടുനിന്നത് എന്നൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞത് വെറുതെ നിങ്ങളോട് പറയാണ്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. എത്രത്തോളം ആപൽക്കരമാണ് ആ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരനെ കുറിച്ചല്ല, ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. വേറെ ഒരു ഉദാഹരണം പറയാം. എൽബിറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡിഫൻസ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അവരുമായിട്ട് ചേർന്നിട്ട്, ഇസ്രായേലിലുള്ള എൽബിറ്റ് സിസ്റ്റംസുമായിട്ട് ചേർന്നിട്ട് ഹെർമെസ് 900 ഡ്രോൺസ് കഴിഞ്ഞ വർഷം മുതൽ അതിന്റെ മാനുഫാക്ചറിങ്ങും ഡെലിവറിയും തുടങ്ങി. ആരാ ചെയ്യുന്നത്? അദാനിയാണ് ചെയ്യുന്നത്. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി പ്രതിനിധീകരിച്ചുകൊണ്ട് അദാനിയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം മുതൽ ഇതിന്റെ ഡെലിവറി തുടങ്ങി. ആർക്കറിയാം, ഇതിനോടകം തന്നെ എത്രയോ തവണ ഇതൊരു പക്ഷേ ഈ പാലസ്തീനിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ അദാനിയെ അങ്ങ് ബഹിഷ്കരിച്ചാലോ? ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്പർ 1 എഡിബിൾ ഓയിൽ ബ്രാൻഡാണ് ഫോർച്യൂൺ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ ബഹിഷ്കരിക്കും. നിങ്ങൾ ബഹിഷ്കരിക്കുമോ? നിങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റുമോ? കോഹിനൂർ റൈസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, വനസ്പതി ഉണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട്. സോപ്പും ഹാൻഡ് വാഷും ഉൾപ്പെടെയുള്ള എത്രയോ ഉൽപ്പന്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മഹീന്ദ്രയുടെ മഹീന്ദ്ര ഡിഫൻസ് ഉണ്ട്. മഹീന്ദ്രയുടെ എത്രയോ എക്യുപ്മെന്റ് ഉണ്ട്. അതിന്റെ പേരിൽ നമ്മൾ ബഹിഷ്കരിക്കുമോ? മഹീന്ദ്രയുടെ ബേബി കെയർ ഉണ്ട്. ആ ബേബി കെയർ ആണ് പിന്നെ സെല്ല് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ക്രൈയിലേക്ക് പോയത്. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ പണ്ട് മഹീന്ദ്ര ഉണ്ടായിരുന്നവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്രൈയെ ബഹിഷ്കരിക്കുമോ? ബേബി പ്രോഡക്ട്സിനെ. കാരണം ബേബി കില്ലർ എന്നാണല്ലോ ഇവരെല്ലാം പറയുക. അങ്ങനെയാണെങ്കിൽ അത് പറയുമോ? ക്ലബ് മഹീന്ദ്ര റിസോർട്ടുകളുണ്ട്, നമ്മൾ റിസോർട്ടിൽ പോകണ്ടെന്ന് പറയുമോ? ഞാൻ പറഞ്ഞത്, നിങ്ങൾ അദാനിയെയോ മഹീന്ദ്രയെയോ ടാറ്റയോ ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ പട്ടിണി കിടന്ന് ചാവുകയുള്ളൂ. അതുകൊണ്ട് പ്രതീകാത്മകമായിട്ട് സമരം നടത്താമെന്നുള്ളതല്ലാതെ ഈ കോർപ്പറേറ്റുകളെ, ഇവരുടെ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കാതെ ഒരു ദിവസം ഒരു ഇന്ത്യനും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഇതിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പിന്തുണയ്ക്കുന്ന കുറെ ആൾക്കാരുടെ മെസ്സേജസ് ഉണ്ട്. അതായത് ഈ പെരുന്നാളിന് നിങ്ങൾ വാങ്ങുന്ന കുപ്പായത്തിൽ പാലസ്തീനിലെ ചോരക്കറ പുരളാൻ പാടില്ല എന്ന്. അതെ, ഈ പട്ടാളം മാധവമ്മയുടെ വീട് പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? ഞാൻ പറയുന്നത്, ഒരാളിന്റെ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുന്ന ഒരാളിന്റെ മനസ്സിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ എന്താണ്? അയാൾക്കുണ്ടാക്കുന്ന വേദന എത്രത്തോളമാണ്? തെറ്റായിട്ടുള്ള ഒരു മെസ്സേജിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഈ രാത്രിയിൽ, നാളെ ഇപ്പൊ പെരുന്നാളാണല്ലോ, ഈ രാത്രിയിൽ സ്റ്റുഡിയോയിൽ പർച്ചേസ് ചെയ്യുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ മറ്റുള്ള മതവിഭാഗത്തിന് തൽക്കാലം മാറ്റി നിർത്തും. ആ മതവിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് പോഷ്കാണ്, എന്ത് മണ്ടത്തരമാണ്, എന്ത് വിവരക്കേടാണ്. അതുകൊണ്ട് വെള്ളം ഇറങ്ങിയിരിക്കുന്നു മരക്കഴുത. അല്ല, തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ ഒരു വസ്ത്ര സ്ഥാപനത്തിനെ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒക്കേഷൻസിലാണെങ്കിൽ മാത്രമേ അതിന് ഇമ്പാക്റ്റ് ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് ഒരു വസ്ത്ര ബ്രാൻഡിനെ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയം ഏതായിരിക്കും? അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദു ഫെസ്റ്റിവലിന്റെ സമയമായിരിക്കും. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇസ്രായേലിൽ ഉൾപ്പെടെ അവരോട് സഹകരിക്കുന്ന ആൾക്കാർ ഈ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കുന്നത്.
പാവം. സ്റ്റുഡിയോ മാത്രമല്ല, ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അഡിഡാസ്, H&M, ടോമി ഹിൽഫിഗർ, കാൽവിൻ ക്ലെയിൻ, വിക്ടോറിയ സീക്രട്ട്, ടോം ഫോർഡ്, സ്കെച്ചസ് അടക്കം നിരവധി അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്കെതിരെയും ബഹിഷ്കരണ ആഹ്വാനം നിലനിൽക്കുന്നുണ്ട്. അതൊന്നും അല്ല ഇവിടെ ഇഷ്യൂ. ഇവിടുത്തെ ചോദ്യം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട് സ്വന്തം രാജ്യം ഒരു നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ സഹായിച്ച ശത്രു രാജ്യത്തിനെതിരെ ഉയരാത്ത പ്രതിഷേധം ഏതോ പാലസ്തീനെതിരെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന അതിലെ അപകടകരമായ വർഗീയതയും അപകടകരമായ രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്യാനുള്ള ആർജവം താങ്കൾക്കില്ലാതെ പോയി എന്നുള്ളിടത്താണ് എന്റെ പോയിന്റ് നിൽക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ചേട്ടാ, അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ. ഇടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം.